വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിന്റെ അർത്ഥവും ആശയവും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ നിത്യജീവിതത്തിലെ നിറസാന്നിധ്യമായ ബിസ്മിയുടെ പ്രയോജനം എന്താണ്? നാം എല്ലാവരും ബിസ്മി ചൊല്ലുന്നവരായിരിക്കും. എന്നാൽ ജീവിതവുമായിട്ട് അതിനുള്ള ബന്ധം എന്താണ്? എന്തിനാണ് ബിസ്മി ചൊല്ലാൻ പഠിപ്പിച്ചത്? വിശുദ്ധ ഖുർആൻ പാരായണം ആരംഭിക്കുന്നത് ബിസ്മി കൊണ്ടാണ് നാം പഠിച്ചു. ഇതേപോലെ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും ബിസ്മിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിക്കുന്നു: കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യബ്ദഉ ബിസ്മില്ലാഹ് ഫഹുവ അബ്തർ. സ്വോദ്ദേശപൂർവം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ബിസ്മി കൊണ്ട് ആരംഭിക്കണം. ബിസ്മി കൊണ്ട് ഒരു കാര്യം ആരംഭിച്ചില്ലെങ്കിൽ ഫഹുവ അബ്തർ, അത് വേരറ്റതാണ്, അത് ലക്ഷണമൊക്കാത്തതാണ്, അതൊരിക്കലും അതിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വചനത്തിലൂടെ നാം പഠിപ്പിക്കുന്നത്. ബിസ്മി ചൊല്ലുക എന്നത് വിശ്വാസിയുടെ ജീവിതചര്യയായിട്ട് മാറേണ്ടതുണ്ട് എന്നർത്ഥം. എന്തിനാണ് ഇങ്ങനെ നിരന്തരം ബിസ്മി ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നത്? എപ്പോഴും ബിസ്മി ചൊല്ലിക്കൊണ്ടേയിരിക്കുക, എന്താണ് അതിന്റെ ഉദ്ദേശം? കേവലം അറബിയിലെ ചില വാക്കുകൾ ഉരുവിടുക എന്നതാണോ? അല്ല, തീർച്ചയായും അതിന്റെ പിന്നില് അതിമഹത്തായ ഉദ്ദേശമുണ്ട്. ബിസ്മിയിൽ പടച്ചവന്റെ എത്ര നാമങ്ങളുണ്ട്! അള്ളാഹു, ബിസ്മില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു, പിന്നെ അർ റഹ്മാൻ, പിന്നെ അർ റഹീം. അപ്പൊ ബിസ്മിയില് അള്ളാഹുവിന്റെ 3 നാമങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. 3 നാമങ്ങൾ. അപ്പൊ അള്ളാഹുവെ നിരന്തരം ഓർക്കുക എന്നത് തന്നെയാണ് ബിസ്മിയിലൂടെ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ജീവനും ജീവിതവും നൽകിയത് അള്ളാഹു ആണല്ലോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യവും അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കണം. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ഉണ്ടാവണം, അള്ളാഹുവിന്റെ പൊരുത്തം ഉണ്ടാവണം, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നാമത്തിലായിരിക്കണം കാര്യങ്ങൾ ആരംഭിക്കുന്നത്. ഇത് അള്ളാഹുവോടുള്ള നന്ദി ബോധത്തിന്റെ ഭാഗം കൂടിയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉദ്ഘാടനം, സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാണ്, അല്ലെങ്കിൽ ഗൃഹപ്രവേശം നടക്കുകയാണ്, ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം എന്ന് പൊതുവെ ആളുകൾ ചോദിക്കും. ഏത് ദിവസം ആവണം, ഏത് സമയമാവണം എന്നൊക്കെ ചോദിക്കും. ഇതിലൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന നിർദ്ദേശം ബിസ്മി ചൊല്ലിക്കൊണ്ടാവുക എന്നതാണ്. ബിസ്മി ചൊല്ലിക്കൊണ്ട് ആരംഭിച്ചാൽ തീർച്ചയായും അള്ളാഹുവിന്റെ അനുഗ്രഹവും പൊരുത്തവും അതിൽ തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് നാം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അപ്പൊ അത് അള്ളാഹുവോടുള്ള നന്ദി ബോധത്തിന്റെ ഭാഗം കൂടിയാണ്. ഉദ്ഘാടനത്തിന് ഒരുപക്ഷെ നമുക്ക് ഭരണാധികാരികളെയോ അല്ലെങ്കിൽ നേതാക്കളെയോ അതുപോലെ നാം ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും, അതല്ലെങ്കിൽ കലാകാരന്മാരെയോ ഒക്കെ വിളിക്കാം. പക്ഷെ എല്ലാറ്റിനും മുൻഗണന അള്ളാഹുവിനായിരിക്കണം തീർച്ചയായും. അപ്പൊ അത് ഇവിടെ വളരെ പ്രാധാന്യപൂർവ്വം നാം മനസ്സിലാക്കണം. നാം ഉച്ചരിക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമാണ് യഥാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളുടെയും ആരംഭമായിരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ പൊരുത്തവും അവന്റെ സഹായവും അത് ലഭിക്കുകയുള്ളൂ എന്നത് ബിസ്മിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ നാമത്തിൽ ഉപയോഗപ്പെടുത്തുക, അങ്ങനെ അള്ളാഹുവോട് നന്ദിയുള്ളവരായി തീരുക എന്നതാണ് ബിസ്മിയുടെ ഒരു മുഖം. അപ്പൊ നന്ദി ബോധം, അതോടൊപ്പം തന്നെ അള്ളാഹുവെ സ്മരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അള്ളാഹുവെ കുറിച്ചുള്ള സ്മരണ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ജീവിത വിശുദ്ധിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവെ സ്മരിച്ചുകൊണ്ടിരിക്കുക, ഓർത്തുകൊണ്ടിരിക്കുക എന്നത്.
ഉദാഹരണത്തിന്, വെള്ളം കുടിക്കുമ്പോൾ നാം ബിസ്മി ചൊല്ലുന്നു. ഒരാള് മദ്യപിക്കുകയാണെങ്കിലോ, മദ്യപിക്കുമ്പോൾ ബിസ്മി ചൊല്ലേണ്ടതുണ്ടോ എന്ന് തമാശയ്ക്ക് സംശയം ചോദിക്കാറുണ്ട്. മദ്യപിക്കുമ്പോൾ ബിസ്മി ചൊല്ലേണ്ടതുണ്ടോ? എന്താ അതിന്റെ ഉത്തരം? ആ ബിസ്മിയിൽ തന്നെ ഉണ്ട്. അഥവാ ഒരാൾ ബിസ്മി ചൊല്ലി ശീലമുള്ള ആളാണെങ്കിൽ അയാൾ മദ്യപിക്കുമ്പോഴും അയാളുടെ മനസ്സിലേക്ക് ബിസ്മി കടന്നു വരും. അപ്പൊ ബിസ്മി ചൊല്ലുമ്പോൾ അള്ളാഹുവിന്റെ 3 നാമങ്ങൾ ആ ബിസ്മിയിലൂടെ അവൻ നിരന്തരം ഓർക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും അള്ളാഹു വിലക്കിയ, അള്ളാഹു നിരോധിച്ച ഈ പ്രവൃത്തി ഞാൻ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് ആ ഒരു ചിന്ത അയാളുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും കടന്നു വരും എന്നതാണ് അതിന്റെ ഒരു പ്രയോജനം. അപ്പൊ ബിസ്മി ചൊല്ലുമ്പോൾ ദൈവസ്മരണ വളരെ ശക്തിയായിട്ട് നമ്മളിലേക്ക് കടന്നു വരും. ബിസ്മിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം നമ്മുടെ ജീവിതം മുഴുവനും ഇബാദത്താക്കി മാറ്റാൻ കഴിയും എന്നതാണ്. അതെങ്ങനെ സാധിക്കാം? ഇപ്പൊ എല്ലാവരും വെള്ളം കുടിക്കാറുണ്ട്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും ഇനി അങ്ങനെ വിശ്വാസമില്ലാത്തവരും ഒക്കെ വെള്ളം കുടിക്കും. പക്ഷെ ഒരു വിശ്വാസി കുടിക്കുമ്പോൾ തീർച്ചയായും അതൊരു ഇബാദത്തായി മാറുന്നു. വെള്ളം കുടിക്കുന്ന എല്ലാവർക്കും ദാഹം ശമിക്കും. പക്ഷെ അതേ സമയത്ത് ബിസ്മി ചൊല്ലി വലത് കൈ കൊണ്ട് വെള്ളം എടുത്ത് ഒരാൾ കുടിച്ചു, പ്രവാചകന്റെ നിർദ്ദേശമനുസരിച്ച് അല്പാൽപമായിട്ട് കുടിച്ചു. അതിനുശേഷം അയാൾ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതി പറഞ്ഞ് ഗ്ലാസ് അവിടെ വെക്കുമ്പോൾ അയാളുടെ ദാഹം ശമിക്കുന്നു എന്ന് മാത്രമല്ല, അള്ളാഹുവിങ്കിൽ അയാൾക്ക് പുണ്യകരമായ ഒരു കർമ്മം രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു. ഇത് വിശ്വാസിക്ക് മാത്രം അവകാശപ്പെട്ടാണ്. നാം ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും അങ്ങനെയായിരിക്കും. പുറത്തേക്ക് ഇറങ്ങാണ്, ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ ബരമേൽപ്പിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ് അള്ളാഹുവിന്റെ നാമത്തിൽ. ഇങ്ങനെ ഒരാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ അള്ളാഹുവിന്റെ സുരക്ഷിതത്വത്തിലാണ്. മാത്രമല്ല, അയാൾ അതിലൂടെ അനുഷ്ഠിക്കുന്ന കാര്യങ്ങളൊക്കെയും അയാൾക്ക് കൂടുതൽ വിശുദ്ധമായി മാറുന്നു എന്നുള്ളതാണ്. കാരണം അള്ളാഹുവിന്റെ നാമത്തിലാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാലെടുത്ത് പുറത്തേക്ക് വെക്കുമ്പോൾ ഞാൻ നന്മയ്ക്കാണോ തിന്മയ്ക്ക് വേണ്ടിയാണോ പുറത്തേക്ക് ഇറങ്ങിയത് എന്ന ചിന്ത അയാളിലേക്ക് കടന്നു വരും. തിന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാല് അയാൾ പിറകിലേക്ക് തിരിച്ചെടുക്കും. നന്മയിലേക്കാണെങ്കിലോ നല്ല ആത്മവിശ്വാസത്തോടെ അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ബിസ്മി വളരെ ശക്തമായ ഒരു മാറ്റം, വളരെ വ്യക്തമായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു ബിസ്മി മാത്രം മതി യഥാർത്ഥത്തില് ഒരാളുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടാൻ. ഒരു കച്ചവടക്കാരൻ അയാളുടെ കടയുടെ ഷട്ടർ പൊക്കാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് അയാൾ കടയുടെ ഷട്ടർ പൊക്കുമ്പോൾ എന്തായിരിക്കും അയാളുടെ മനസ്സിൽ? ഇന്ന് നല്ല കച്ചവടം ലഭിക്കണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടാവും. പക്ഷെ അത് മാത്രമാണോ ഉണ്ടാവേണ്ടത്? അല്ല. അള്ളാഹുവിന്റെ നാമത്തിലാണ് ഞാൻ എൻ്റെ കട ഇന്ന് തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കടയുടെ അകത്ത് ഇന്ന് നടക്കുന്ന എല്ലാ ഇടപാടുകളും അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രമായിരിക്കും. ഈ ചിന്ത കൂടി അയാൾ ഉണ്ടാവണം. അപ്പോഴേ ബിസ്മി യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ബിസ്മികൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ചരിത്രപരമായ ചില ബിസ്മികളുണ്ട്. അതിലൊന്ന് നൂഹ് അലൈഹിസ്സലാമിന്റെ ബിസ്മിയാണ്. മറ്റൊരു ബിസ്മി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ബിസ്മിയുമാണ്. ഖുർആനില് ആദ്യമായി പരാമർശിക്കുന്ന ബിസ്മി നൂഹ് അലൈഹിസ്സലാമിന്റെ ബിസ്മിയാണ് ചരിത്രപരമായിട്ട്. അതേതാ സന്ദർഭം? ജലപ്രളയം ഉണ്ടായി. അങ്ങനെ വിശ്വാസികളും ജീവജാലങ്ങളുടെ ഇണകളും എല്ലാം ഒരു കപ്പലിലേറി നൂഹ് അലൈഹിസ്സലാം കപ്പല് പുറത്തേക്ക് വിടുകയാണ്. എന്ന് പറഞ്ഞാൽ മഹാപ്രളയത്തിന്റെ നടുവിലേക്ക് കപ്പൽ ഇറങ്ങി സഞ്ചരിക്കാൻ പോകുന്നു. എവിടെയും പരിസരത്തെവിടെയും ഒന്നും ബാക്കിയില്ലാത്ത വിധം സകലവും മുങ്ങിത്താണു പോയിരിക്കുന്ന അവസ്ഥയിൽ കപ്പൽ പുറത്തേക്ക് ഇറക്കുകയാണ്. ആ സമയത്ത് നൂഹ് അലൈഹിസ്സലാം ഉച്ചരിച്ച ബിസ്മി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നുണ്ട്. വഖാല, നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, ഇർകബു ഫീഹ,
നിങ്ങൾ ഇതിലേക്ക് പ്രവേശിക്കൂ, ഈ വാഹനത്തിലോട്ട് കയറൂ, കപ്പലിലേക്ക് കയറൂ. ബിസ്മില്ലാഹി മജ്റേഹ വ മുർസാഹ ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം. നൂഹ് അലൈഹിസ്സലാം ഉച്ചരിച്ച ബിസ്മിയാണത്. സൂറത്ത് ഹൂദ് 41-ാമത്തെ സൂക്തത്തിലാണ് ആ ബിസ്മി ഉള്ളത്. ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമത്തിൽ, മജ്റേഹ, ഈ കപ്പൽ യാത്ര തിരിക്കുന്നു, ഇത് സഞ്ചരിക്കുന്നു. അപ്പൊ മുർസാഹ, ഇത് ചെന്നണയുന്നതും അള്ളാഹുവിന്റെ നാമത്തിൽ തന്നെയാണ്. ഈ കപ്പൽ സഞ്ചരിക്കുന്നതും ചെന്നണയുന്നതും ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭമാണത്. എന്ന് പറഞ്ഞാൽ ഈ കപ്പൽ മുങ്ങിപ്പോയാൽ പിന്നെ ലോകത്ത് മനുഷ്യ സമൂഹം ഉണ്ടാവില്ല എന്നർത്ഥം. അത്രയും നിർണായകമായ വേളയിൽ നൂഹ് അലൈഹിസ്സലാം കപ്പൽ ഇറക്കുമ്പോൾ, നീറ്റിലിറക്കുന്ന സമയത്ത് ഉച്ചരിച്ച വാക്ക്, വചനം ബിസ്മിയായിരുന്നു. അവിടെയാണ് ബിസ്മിയുടെ ശക്തി എത്രയാണ് നമുക്ക് മനസ്സിലാവാം. അപ്പൊ ഗൃഹപ്രവേശത്തിന്റെ സമയത്ത് എന്താ ചെയ്യേണ്ടത്? ബിസ്മി ചൊല്ലിയിട്ട് അങ്ങ് പ്രവേശിച്ചോളൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ മതിയാകാത്ത പോലെ. അത് അതിന്റെ ബിസ്മിയുടെ ശക്തി യഥാർത്ഥത്തിൽ നമുക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. ഇവിടെ എല്ലാ പ്രതീക്ഷയും എല്ലാ സുരക്ഷിതത്വ ബോധവും പരിപൂർണമായും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ കപ്പൽ ഇറക്കുന്നത്. ആ ബിസ്മി വിശുദ്ധ ഖുർആൻ പ്രത്യേകം പരാമർശിക്കുന്നു. മറ്റൊരു ബിസ്മി സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെതാണ്. സുലൈമാൻ അലൈഹിസ്സലാം അയൽ ദേശത്തെ രാജ്ഞി ഷേബ അല്ലെങ്കിൽ ബൽക്കീസ് രാജ്ഞിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് അയക്കുകയുണ്ടായി. ഹുദ്ഹുദ് എന്ന ആ മരംകൊത്തിയിലെ ആ പക്ഷിയുടെ കൊക്കിൽ ആ കത്ത് ആ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ ചെന്ന് വീഴുന്നുണ്ട്. ആ കത്ത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിശ്ചയം ഇത് സുലൈമാനിൽ നിന്നുള്ളതാണ്, സുലൈമാന്റെ കത്താണ്. വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇത് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു. സൂറത്തു നംല്, ഉറുമ്പ് എന്ന പേരുള്ള അധ്യായത്തിലെ 30-ാമത്തെ സൂക്തമാണ്. അപ്പൊ അവിടെയും വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അയക്കുന്ന കത്താണ്. വളരെ ദൂരവ്യാപകമായ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കാവുന്ന ഒരു കത്ത്. ഒരുപക്ഷെ രാജ്യം തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള അത്രയും പ്രതീക്ഷ നൽകുന്ന ഒരു സംരംഭത്തിന് സുലൈമാൻ അലൈഹിസ്സലാം തുടക്കം കുറിക്കുകയാണ് അവിടെ. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ഉണ്ടായി, ആ പ്രതീക്ഷ പോലെ തന്നെ. അതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇങ്ങനെ 2 ബിസ്മികൾ വിശുദ്ധ ഖുർആനിന്റെ അകത്ത് നമുക്ക് കാണാം. ഇതൊക്കെയും ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും പരീക്ഷണങ്ങൾ നിറഞ്ഞ ഘട്ടങ്ങളിൽ നമുക്ക് ആശ്വാസം നൽകുന്നത്, അതേപോലെ തന്നെ മഹത്തായ ദൗത്യങ്ങൾ ആരംഭിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിലാവുക എന്നത്, അതിലുപരിയായി ജീവിതം മുഴുവനും അള്ളാഹുവിനുള്ള ഇബാദത്താക്കി മാറ്റുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ബിസ്മി എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ബിസ്മിയുടെ പ്രയോജനം. ഒരുപക്ഷെ ഈ വാചകവും അതുപോലെ തന്നെ ഇതിന്റെ അർത്ഥവും ആശയവും ഒക്കെ നാം പഠിക്കുമെങ്കിലും ജീവിതവുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കുകയും ഏത് സന്ദർഭത്തിലും ബിസ്മി ചൊല്ലി ശീലിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയും അതിന്റെ പ്രയോജനം നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതല്ലാത്ത വിധം നമ്മുടെ പഠനം അതിന്റെ ലക്ഷ്യത്തിലെത്താതെ പോകും. അതിനാൽ ബിസ്മി നന്നായി എഴുതി പരിശീലിക്കുക, അതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊള്ളുക, നിത്യജീവിതത്തിൽ ബിസ്മി ചൊല്ലി പരിശീലിക്കുക. അത് മുഖേന ദൈവസ്മരണ നിലനിർത്തുകയും കൂടുതൽ നന്മകളിലേക്ക് മുന്നേറുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മി ഉച്ചരിക്കുന്നതിന്റെ എല്ലാ നന്മകളും നേടിയെടുക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.